ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി രീതിയിലുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം നമ്മൾ കുക്കറിലാണ് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കർ നടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു സ്റ്റാർ, പിന്നെ 3 ഏലക്ക, 3 ഗ്രാമ്പ്, ഒരു കഷ്ണം പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണ്ടേ. നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക കേട്ടോ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണേ. ഇപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടി. നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണ്ടേ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം പൊടിച്ചതാണ്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് 1 മിനിറ്റ് സമയം കൈ വെക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മളെ കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും കളറൊക്കെ ഒന്നും മാറി വരുന്ന വരെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും കിഴങ്ങൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് സമയം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത്. അപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പ് തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ അതും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ. 1 വിസിൽ അടിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമ്മളെ വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങൻ്റെ 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മളെ കാഷ്നട്ട് നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേയാണ് വെന്ത് ഉടഞ്ഞ് പോരുത് കേട്ടോ. അതുപോലെ ഈ രീതിക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതിയേ. അപ്പോൾ ഞാൻ ഒരു വിസിൽ അടിച്ചതിന് ശേഷം കുക്കറൊന്ന് ഓഫ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രഷർ പോയതിന് ശേഷം വേറൊരു പാത്രത്തേക്ക് ഒന്ന് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കാഷ്നട്ടിന്റെ അരപ്പ് ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 6 മുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയതിന് ശേഷം തൊലിയെ കളഞ്ഞിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്യാതെ വേറെ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ മസാല ഒക്കെ നന്നായിട്ടൊന്ന് മുട്ടയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ മുട്ട മുഴുവനായിട്ട് ഇതിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണേ. മിക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ പതുക്കെ വേണം കേട്ടോ മിക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളെ മുട്ടൻ്റെ മഞ്ഞൊക്കെ അതിന് ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണേ. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. കുറേ തിളച്ച് പോരുത് കേട്ടോ. കുറേ തിളച്ച് പോയാൽ നമ്മളെ കറി പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തേങ്ങൻ്റെ 1ാം പാൽ ചേർത്തതിന് ശേഷം കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിയേ. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.